ശ്വാസകോശനാളത്തിൽ കടല കുടുങ്ങി ഗുരുതരാവസ്ഥയിലായ 1.5 വയസ്സുള്ള കുഞ്ഞിന്റെ ജീവൻ രക്ഷപ്പെടുത്തി കണ്ണൂർ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ. അരീക്കാമല സ്വദേശിയായ 1.5 വയസ്സുള്ള കുഞ്ഞിനെയാണ് പീഡിയാട്രിക് ബ്രോങ്കോസ്കോപ്പിയിലൂടെ സുരക്ഷിതമായി ജീവൻ രക്ഷപ്പെടുത്തിയത്. കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു പോയതായി ആശുപത്രിയിലെ ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത് അറിയിച്ചു. സംശയം വേണ്ട, റെസ്പിറേറ്ററി ഒബ്സ്ട്രക്ഷൻ ആണ്. അതായത് ആ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ എന്തോ സാധനം അടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് വെന്റിലേറ്റ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി വിഷ്ണു വന്നു. നമ്മൾ ആ ഒരു കണ്ടീഷനിൽ തന്നെ നമുക്ക് എന്താ വെച്ചാൽ ചെറിയ ട്രക്കിയാണ്. അതായത് നമ്മുടെയൊക്കെ അഡൾട്ടിൻ്റെയൊക്കെ ഒരു 25 മില്ലിമീറ്റർ അത്രയൊക്കെ ഉണ്ടാവും അതിൻ്റെ വ്യാസം. കുട്ടിക്ക് ഒരു 6 മില്ലിമീറ്ററൊക്കെ കാണും. അതിനകത്ത് നമ്മൾ 4 മില്ലിമീറ്റർ സൈസിലൊരു ട്യൂബ് ഇട്ടിട്ട് അത് വഴിയാണ് വെന്റിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം, ഈ 4 മില്ലിമീറ്ററിൻ്റെ ഉള്ളിൽ കൂടെ വിഷ്ണുവിൻ്റെ ചെറിയ സ്കോപ്പ് ഇട്ട് ആ സ്കോപ്പിൽ കൂടെ വേണം ഈ സാധനം എടുക്കാനായിട്ട്. അപ്പോൾ അത് പാസ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ക്രമാതീതമായി പിന്നെയും ഓക്സിജൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ആ ഒരു വിഷമഘട്ടം അത് എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിയില്ല. പക്ഷെ നമ്മളത് എടുത്തിട്ടില്ലെങ്കിൽ മരണം സുനിശ്ചിതമാണ്. അതെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടി. അപ്പോൾ അത് ഒരു സൈഡിൽ മാത്രമല്ല, നമ്മൾ പിന്നെ നോക്കുമ്പോൾ 2 സൈഡിലുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം 2 സൈഡിലും എയർ എൻട്രി ഇല്ലാത്തതും 2 ലങ്ങിനും വർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കണം കുട്ടി ഇത്രയും മോശാവസ്ഥയിൽ എത്തിയത്. അപ്പോൾ അത് എങ്ങനെ എടുത്തു, എത്ര കഷ്ടപ്പെട്ടു എന്നുള്ളത് വിഷ്ണുവിന് നമുക്ക് അറിയാം. പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സെൻട്രൽ എയർവേ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയും. നമ്മുടെ മെയിൻ ശ്വാസനാളിയുടെ മുകളിൽ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ വോക്കൽ കോർഡ്സിൻ്റെ തൊട്ട് താഴെ സബ്ഗ്ലോട്ടിക് സ്പേസിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞുപോയി. അപ്പോൾ അത് കാരണമാണ് നമുക്കിത് ഒട്ടും ഓക്സിജൻ ഉള്ളിലേക്ക് കൊടുക്കാൻ പറ്റാഞ്ഞത്. ഇത് നമ്മളൊരു അനദർ ഒരു ഹാഫ് ആൻ അവർ അങ്ങനെ കുട്ടി പോയിരുന്നെങ്കിൽ കാർഡിയക് അറസ്റ്റ് സുനിശ്ചിതമാണ്. അങ്ങനത്തെ കുട്ടികൾ അറസ്റ്റായി കഴിഞ്ഞാൽ പിന്നെ അവരെ നമുക്ക് റിവൈവ് ചെയ്യാനും പറ്റില്ല, ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മളിത് റിമൂവ് ചെയ്തതെന്ന് വെച്ചാൽ മാഡം പറഞ്ഞ പോലെ അവർ ഇട്ട ട്യൂബിനുള്ളിൽ കൂടെ നമ്മുടെ പീഡിയാട്രിക് ബ്രോങ്കോസ്കോപ്പ് ഉണ്ട്, ചെറിയ കുട്ടികൾക്ക് ചെയ്യുന്നത്. അത് ഇറക്കിയ ശേഷം അതിൻ്റെ വർക്കിംഗ് ചാനലിൽ കൂടെ നമ്മുടെ എക്യുപ്മെൻറ്റ്സ്, ക്രയോ എന്ന് പറഞ്ഞൊരു എക്യുപ്മെൻ്റ് ഉണ്ട്. ബേസിക്കലി ഈ അകത്തുള്ള വസ്തുവിനെ കുറച്ച് പൊടിക്കുക എന്നുള്ളതേ പിന്നൊരു മാർഗ്ഗമുള്ളൂ. കാരണം നമ്മൾ ഒന്നായിട്ട് എടുക്കുമ്പോഴത്തേക്ക് ഈ ഭാഗത്തുനിന്ന് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല, അതേസമയം ഓക്സിജൻ കൊടുക്കാനും പറ്റുന്നില്ല. അപ്പം അതൊരു ഡേഞ്ചർ സിറ്റുവേഷനാണ്. അപ്പോൾ പിന്നെ ലങ്ങിനുള്ളിൽ വെച്ച് തന്നെ ഇതിനെ മൾട്ടിപ്പിൾ പീസസ് ആക്കിയതിന് ശേഷം ഓരോന്നായിട്ട് നമുക്കത് എടുത്ത് മാറ്റേണ്ടി വന്നു. യൂഷ്വലി നമ്മൾ ഒരുപാട് കേസസ് ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാം നമുക്ക് യൂഷ്വലി മാഡം പറഞ്ഞ പോലെ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നമുക്കതെടുത്ത് മാറ്റാൻ പറ്റും. ഇതിപ്പോൾ ഒരു വസ്തു ഒരു ലങ്സിൽ കിടക്കുകയാണെങ്കിൽ അധികം പേടിക്കേണ്ട ആവശ്യമില്ല. വസ്തുവിൻ്റെ വിസ്തീർണം കൂടുന്നതനുസരിച്ച് പേടിക്കേണ്ടി വരും. കാരണം ഈ ഒരു ഭാഗം തടഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഡെത്ത് സംഭവിക്കാനുള്ള ഹൈ ചാൻസ് ഉണ്ട്. ശ്വാസനാളത്തിൽ കുടുങ്ങിയ കടല നീക്കം ചെയ്ത കുട്ടിയെ 2 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം പൂർണ്ണ ആരോഗ്യവാനായി ഡിസ്ചാർജ് ചെയ്തതായി ആസ്റ്റർ മിംസ് ആശുപത്രിയിലെ ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആശുപത്രിയിലെ വിവിധ വിഭാഗങ്ങളിലുള്ള 7ഓളം ഡോക്ടർമാരടങ്ങിയ സംഘമായിരുന്നു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനുള്ള പ്രയത്നത്തിന് നേതൃത്വം നൽകിയത്.